എല്ലാവർക്കും നമസ്കാരം. തെറ്റി തമിഴ്നാട് സമിതിയുടെയും വനിതാ വേദി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓൺലൈൻ രാമായണ പാരായണത്തിന്റെ 17ാമത്തെ ദിവസമാണിന്ന്. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും നമ്മുടെ പ്രസിഡന്റ് വേണുവേട്ടനെയും സെക്രട്ടറി ഷൺമുഖേട്ടനെയും മറ്റ് എല്ലാ സമിതി അംഗങ്ങൾക്കും നമസ്കാരം. ഇന്ന് കണിമംഗലം പ്രാദേശിക സമിതിയാണ് പാരായണം നടത്തുന്നത്. ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി സമിതിയിലെ സുകുമാരേട്ടനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വയനാട് ജെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാട് ഘടകം നടത്തിവരുന്ന രാമായണ മാസാചരണത്തിന്റെ 17ാം ദിവസം ഇന്ന് പാരായണം ചെയ്യുന്നത് കണിമംഗലം പ്രാദേശിക സമിതിയാണ്. സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തമിഴ്നാട് ഘടക സമിതിക്ക് ആദ്യം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൽ മുഖ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിജയൻ ചെറുകുന്ന്, രാജേഷ് കരുവളം, ശിവദാസ് കോളിമാട് എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. വനിതാവേദി അംഗങ്ങളെയും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തമിഴ്നാട്ടിലെ എല്ലാ പ്രാദേശിക സമിതി അംഗങ്ങളെയും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ആമുഖ പ്രസംഗം നടത്തിയ ഷീജ ചണ്ണക്കൊല്ലി അവരുകളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് രാമായണ സന്ദേശം നൽകുന്നതിന് വേണ്ടി നമുക്ക് പച്ചാടി ബേബി വത്സല എന്നവരാണ് നമുക്ക് സന്ദേശം നൽകുന്നത്. അവർ മുൻ വയനാട് ജെട്ടി സമുദായത്തിൽ പല മേഖലയിലെയും പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ആദ്യമായി രാമായണ പാരായണം ചെയ്യുന്നതിന് വേണ്ടി കണിമംഗലം സമിതിയിലെ കമലാക്ഷി അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വല്ല തെറ്റുകുട്ടികളും ക്ഷമിക്കണം. ഹരിശ്രീ ഗണപതായെ നമ അവിക്കുന്നു വസ്തു. ഹനുമാൻ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനമങ്ങ് കിഷ്കന്ധപുരത്തെങ്കിൽ വാഴുന്നു. സുഗ്രീവനോട് പറഞ്ഞു അവനജ നഗരേ വണങ്ങി നിന്നു കാന്തമാം വണ്ണം. കേൾക്ക കവീന്ദ്ര നിനക്കോ ഗീതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നു സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യാവതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ ജീവിച്ചലാദ്യമേ എന്നുള്ള മനസ്സേ തോന്നിന്ന് നിന്നക. ബാലി മഹാബാലവൻ കവി പുങ്കവൻ ചൈത്രലോക സമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബാലലാവൻ മുന്നമേ കാര്യം വരിച്ചേ കൊടുത്തത്. രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജനായിക്കാരെയോമായിരുന്നിടുമീ. എത്ര നാളുണ്ടിരിപ്പെങ്ങിനെ എന്നതും ചിത്തത്തിലുണ്ട് തോന്നുന്നതോ ധരിക്ക നീ. ആദ്യവാശ വാപരശേതാവാതവ മൃത്യാവവിക്കുന്നു അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ സപ്തദീനക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രഹേ നിജ സോദരൻ തന്നോട് മൂർഖാവിശേഷരൻ പരിതാവനെ വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞു സമയവും വന്നതോ നീയേ ധരിച്ചിതിലേ തുണി. വാനലാവാവനെ മാനസീ ശങ്കതനായി പാനവും ചെയ്തോ മതി മറന്നം. രാപ്പകലും അറിയാതെ വസിക്കുന്ന പോക്കുകളെത്രയും നന്നിങ്ങനെ. അഗ്രാജനായ ശക്രാൽപജനെ പോലെ നിഗ്രഹിച്ചിടും ഭവേനയും നിർണയം. അജ്ഞനാനന്ദൻ തന്നെ വാക്കു കേട്ട അജ്ഞസാവിതനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ. സത്യമേത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചെല്ലുമാമാത്യനുണ്ടെങ്കിലോ വ്യത്യാസനാവത്തിനു
നിർത്തുകയില്ലല്ലോ സാദരാമെന്നുടെ ആജ്ഞയോടും പവൻ പത്തുതിക്കിങ്കിലേക്കുമായി ചീടണം. സപ്തദീവാസ്തന്മാരായ വാനരെ സപ്തമന്മാരായി വരുത്തുവാനായുധം നേരെ 14,000 കവിവീരരെ പാരാതയാക്കൂ സന്ദേശപത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം, പക്ഷം കഴിഞ്ഞു വരുന്നതിലോ വന്യനാവനതിനിൽ ഒരു സംശയം. സത്യം പറഞ്ഞിലിടതക്കമില്ലാതാവുമോ? അച്ഛനാപുത്രനോടൊത്തം നിയോഗിച്ച മഞ്ജുള മന്ദരം പുക്കിയിരുന്നിനാൻ 10 നിവയോഗം പുരസ്കൃതമാരുതേ പുത്രനും വാനരാസപ്തന്മാരെയും 10 ദിക്കിലുമായി ചനാവിമത ദത്തപൂർവം കവീന്ദ്രന്മാരും നേരം വായുവേഗ പ്രചാരണേ കവികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയതോ ദാനമാനാദികുലഭക്തന്മാർ മായാമനോഷകരാത്താമതീകൃതം. ഹരിശ്രീ ഗണപതേ നമഃ. ലക്ഷ്മണൻ സുഗ്രീവ സന്നിധിയിൽ. അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജം പ്രതി നടന്നിടിനാർ. കിഷ്കിന്ധയോടും ദഹിച്ചു മോമിപ്പോഴേ മർക്കടജാതികളെന്ന് തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ സുഖാദികൾ കൈക്കൊണ്ട് വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥനം ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ച പരാപരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ ജ്ഞാനാജന്മമായയാ മോഹിച്ചു മാനസജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മോഹനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയതാ രാമനായി മാനുഷ വ്യാപാരജാതയാം രാമായണാനന്ദായിനീം സത്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കെ വേദിക്കാതെയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഹേതാദിയും വ്യവഹാരാർത്ഥ സിദ്ധയെ തത്തത്ക്രിയാകാലദേശോചിതം നിജ ചിത്തേ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താനനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞയൻ വ്യോമധ്യാപ്തനന്ദനാമയൻ. ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകരെ ചിലരലിഞ്ഞിടുവോർ നിർമ്മലാത്മകളായുള്ള ഭക്തന്മാർക്കു സംഋക് പ്രബോധമുണ്ടാമെന്ന് ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സജ്ഞായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിതു. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രു കിലികില ശബ്ദം പരവശാൽ. വപ്രാപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രാഫലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങി നാരങ്ങുമിങ്ങു ദ്രുതം. മർക്കടകൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിലത്യുദ്ധനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു വല്ലുകവൃന്ദവും. വല്ലാതെയായതു ലക്ഷ്മണനാഗതനായതറിഞ്ഞതാ തൽക്ഷണമംഗതനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞതു താൻ ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സത്വം പിതൃവിനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അർത്ഥമിളം വിധം വരും. ഉഗ്രനാമഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകന്നു. ചൊന്നത് കേട്ടൊരു ബാലീതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്നിച്ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തുഭാഗത്തിനെ
കാബേയ ഭാവം കളഞ്ഞു വന്നിക്ക. ചെന്നാപത്തെല്ലായികളുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനാ മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ അങ്കദനോടുകൂടന്തികേ ചെന്നു വന്ദിക്ക സൗമിത്രിയെ. സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായൊരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞേവമയച്ചതാ താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകേണമാശു നീ താരേ മനോഹര. ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക. സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. ഇത്ത മർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകാക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടജ്ഞാനന്ദനൻ ചൊല്ലിനാൻ. എന്തോ പുറത്തുപാകെ നിന്നരുളുവാൻ അന്തഃപുരത്തിലമ്മാർ എഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയം രാജാവ് സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതു. യൂതവന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പൂരിശോഭയും കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷിയാം ചെന്നു. മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശ തുല്യമുഖിയായ മാനിനി. താരാജയൻ ജഗന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം. ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോതവ മന്ദിരമായതെന്നറിഞ്ഞില്ലയോ. ഭക്തനായത്രയോ ഉത്തമനായി തവ വൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാബല്യമേർമിജാതികൾ കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശു ഭഗവത് കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ. വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധി ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ. 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു 10 ദിക്കീന്നും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞിതു കാണിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവി സത്തമന്മാരെല്ലാം. പുത്രകളത്ര മിത്രാന്യതനാകിയ മൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്നിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രവം മിത്രസ്ഥനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്നിച്ചു. മത്തനായി വിക്വല ദേക്ഷനാം കവി സത്തമനെ കണ്ടുപോവേന ലക്ഷ്മണൻ. മിത്രാത്മജനോട് ചൊല്ലിനാൻ നീ രഘു സത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. മിത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു മറിക നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചെന്നതു കേട്ടതീനുത്തരം മാരുതപുത്രനാം ചൊല്ലിനാൻ. ഇത്ത മരുൾ ചെയ്തവൻ എന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമംഗൽ കവി സത്തമനോർക്കിൽ സുമിത്രാത്മജനിലും. സത്യവും ലംഘയ്ക്കയില്ല ഈശ്വരൻ രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു. താപസമെന്നിയേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നീടുകയില്ലേതും. വിസ്മയമമ്മാറു കണ്ടീലയോ ഭവാൻ വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ. ശ്രീരാമകാര്യമശേഷേണ സാധിക്കൂ മാമയമെന്നിയേ വാനരനായകൻ. മാരുതി ചെന്നതു കേട്ടു സൗമിത്രിയും മാരൂഢലജ്ജനായി നിൽക്കും ദശാന്തരേ. സുഗ്രീവനർഘ്യവാദ്യോദ്യാന പൂജ ചെയ്തഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോ ഹമാഹന്തരാഘവ കാരുണ്യലേശന രക്ഷിതന്യുദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്ക് സഹായമാത്രം ഞങ്ങൾ ഏവരും തന്നിയോഗത്തെ വഹിക്കുന്നു.
അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതു ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ട് പറഞ്ഞതു ഞാനിടോ. വൈകാതി ഭോഗമനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ. ഹരിശ്രീ ഗണപതി നമഃ. വിഘ്നവസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇനി ബാക്കിയില്ലെന്നും സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ദേവീ മൃതശങ്കാദിനാഥത്തോടും അഞ്ജനപുത്ര നീലാംഗദാത്യാരല മഞ്ജസ വാനരസേനയോടും തഥാ ചാമരശ്വേതാദപത്രവ്യജനവും സാമര സൈന്യാകണ്ഡലനെ പോലെ രാമൻ തിരുവടി ചെന്നു കാൺമാതിനാമോദമോടു നടന്നു കവീവരൻ. ഗഗ്വാദ്വാരിശിലാദരെ വാഴുന്ന വിഗ്വാലമാനസീതരം ശ്യാമം ജടകുടോച്ചലം ജലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുംഭുജം കാന്താവിരസന്തസ്പദം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയന സേവിതം കാന്തം ഉദാ കണ്ടു ദുരാൽ കവീവരൻ. നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായൊരു സൗമിത്രയോടും കഥാ. ശ്രീരാമപാദാരവിതാന്തികെ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനോടു വാനരാവീരനെ കാരുണ്യമോടുകാടും ഉണർന്നിടിനാൻ. സൗഖ്യമല്ലീപവാനെന്നരുൾച്ചെയ്തുട നൈക്യഭാവേന വിളിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്തള വാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോ. നമസ്തു ഹരിശ്രീ ഗണപതായ നമഃ. നമസ്തു ഹരിശ്രീ ഗണപതായ നമഃ. നമസ്തു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. രാമായണം എന്നത് രാമന്റെ യാത്രയാണ്, അതായത് സീതാദേവിയെ അന്വേഷിച്ചുള്ള യാത്ര. ഈ കർക്കിടക മാസം രാവും പകലും രാമായണ ശീലുക്കളാൽ മുഖരിതമാണ് ഈ പുണ്യമാസം. ഈ മാസത്തിലെ രാമായണ പാരായണം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ അകറ്റി പ്രകാശം പ്രദാനം ചെയ്യുന്നു. നന്മ സ്വീകരിക്കുവാനും തിന്മയെ തിരസ്കരിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ഇത് ലോകത്തിന് കാണിച്ചു തരുന്നത്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നത് ഈ കാവ്യം കാണിച്ചു തരുന്നു. രാമനാകണോ രാവണനാകണോ, സീതയാകണോ മന്ദരയാകണോ എന്ന് തീരുമാനിക്കാൻ ഈ പുണ്യഗ്രന്ഥം നമ്മോട് പറയുന്നു. നാം എല്ലാം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യാത്മരാമായണമായല്ലോ. ഈ അധ്യാത്മരാമായണത്തിന് 6 കാണ്ഡങ്ങളാണ് ഉള്ളത്. ബാലകാന്ഡം, അയോധ്യകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ഈ 6 കാണ്ഡങ്ങളും കൂടി നമുക്ക് ഓർത്തു വെക്കാൻ ചെറിയൊരു ശ്ലോകമുണ്ട്. ബാലകൻ അയോധ്യയിൽ ആരണ്യം പൊക്ക ശേഷം കിഷ്കിന്ധാധിപനോട് സുന്ദരൻ യുദ്ധം ചെയ്തു. ഇത് ഓർത്തു വെച്ചാൽ നമുക്ക് ഈ 6 കാണ്ഡങ്ങളും എന്നും ഓർത്തിരിക്കാം. ഇനി ഇന്ന് ഇവിടെ വായിച്ച ഭാഗങ്ങളുടെ കഥയിലേക്ക് കടക്കാം. ഹനുമത് സുഗ്രീവ സംവാദം, ശ്രീരാമന്റെ വിരഹതാപം, ലക്ഷ്മണൻ സുഗ്രീവ സന്നിധിയിൽ, ലക്ഷ്മണ സുഗ്രീവന്മാർ ശ്രീരാമ സന്നിധിയിൽ എന്നീ ഭാഗങ്ങളാണ് ഇവിടെ ഇന്ന് വായിച്ചത്. നാം ഇപ്പോൾ കിഷ്കിന്ധ കാണ്ഡത്തിൽ എത്തിയിരിക്കുകയാണ്. കിഷ്കിന്ധയിലെ രാജാവാണ് സുഗ്രീവൻ. അദ്ദേഹം രാജ്യവും മറ്റ് സുഖ സൗകര്യങ്ങളും ലഭിച്ചപ്പോൾ അതിൽ മുഴുകി കഴിയുകയാണ്. അപ്പോൾ ഹനുമാൻ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. വാനരശ്രേഷ്ഠ, താങ്കൾ സുഖലോലുപതയിൽ മറന്ന് ശ്രീരാമദേവന് കൊടുത്ത വാക്ക് മറന്നുപോയിരിക്കുന്നു. രാജ്യാഭിഷേകം കഴിഞ്ഞ് വർഷക്കാലത്തിന് ശേഷം ശരത്കാലത്ത് സീതാദേവിയെ അന്വേഷിച്ചു പോകാം എന്നാണ് പറഞ്ഞിരുന്നത്. പ്രത്യുപകാരം മറക്കുന്നവൻ ജീവിച്ചിരുന്നാലും മൃഗതുല്യനാണ്. ഇതെല്ലാം കേട്ടപ്പോൾ സുഗ്രീവന് ബോധോദയം ഉണ്ടായി. നീ പറഞ്ഞത് ശരിയാണ്,
നിന്നെ പോലുള്ള മന്ത്രിമാർ ഉണ്ടെങ്കിൽ രാജാവിന് ഒരു ആപത്തും സംഭവിക്കുകയില്ല. എങ്കിൽ അങ്ങ് എന്റെ ആജ്ഞ അനുസരിച്ച് 7 ദ്വീപുകളിലുള്ള വാനര ശ്രേഷ്ഠന്മാരെ ഇവിടെ വരുത്തണം. 10 ദിക്കുകളിലായി 10,000 വാനരന്മാരെ സന്ദേശപത്രം നൽകി അയക്കണം. 15 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്താൻ പറയണം. ഇഷ്ടവസ്തുക്കൾ സമ്മാനമായി കൊടുത്തുകൊണ്ട് വാനരന്മാർ വായുവേഗത്തിൽ പാഞ്ഞെത്തി. ഈ സമയത്ത് ശ്രീരാമദേവൻ പർവ്വത ശിഖരത്തിൽ പത്നിയെ പിരിഞ്ഞ് ദുഃഖിച്ചിരിക്കുകയാണ്. അദ്ദേഹം അനുജനോട് പറഞ്ഞു, തന്റെ പാപഫലമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. സീതാദേവി ജീവിച്ചിരിക്കുന്നുവോ മരിച്ചുപോയോ എന്നറിയാതെ അദ്ദേഹം അതീവ ദുഃഖത്തിലാണ്. അദ്ദേഹം ലക്ഷ്മണനോട് പറഞ്ഞു, ഈ സുഗ്രീവൻ ദയയില്ലാത്തവനാണ്. രാജ്യവും സുഖഭോഗങ്ങളും ലഭിച്ചപ്പോൾ സുന്ദരിമാരും ഒന്നിച്ച് രാപ്പകൽ മദ്യപാനത്തിൽ മുഴുകി കഴിയുകയാണ്. നന്ദി കെട്ടവൻ, കാമാതുരൻ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. ഇത് കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു, അങ്ങ് ആജ്ഞ നൽകിയാൽ ഞാൻ അവനെ വധിച്ചിട്ട് വരാം എന്ന്. ഇത് കേട്ട ശ്രീരാമദേവൻ പറഞ്ഞു, അദ്ദേഹം വധാർഹനല്ല, എന്റെ മിത്രമാണെന്ന്. നീ പോയി ഒരു ഭീഷണി മുഴക്കിയിട്ട് അവർ പറയുന്ന മറുപടിയും കേട്ട് ഇങ്ങോട്ട് വരിക, പിന്നെ നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന്. അങ്ങനെ ലക്ഷ്മണൻ സുഗ്രീവന്റെ രാജ്യത്ത് പോയി. ആ പോക്ക് കണ്ടാൽ തന്നെ ആ രാജ്യവും വാനര സൈന്യത്തെയും ഒന്നിച്ച് ദഹിപ്പിച്ചു കളയും എന്ന് തോന്നും. ലക്ഷ്മണന്റെ ഞാണല് കേട്ടപ്പോൾ തന്നെ വാനരപ്പടയും കൊട്ടാരവാസികളും നടുങ്ങി. വാനരപ്പടയെ ഓടിച്ചു വിട്ട് അംഗദൻ അദ്ദേഹത്തെ തൊഴുത് നമസ്കരിച്ചു. ആ നേരം ലക്ഷ്മണൻ ചെറിയച്ഛനായ സുഗ്രീവനോട് ബാലിയുടെ വഴിക്ക് പോകണോ എന്ന് വിവരം പറയുവാൻ പറഞ്ഞു വിട്ടു. അംഗദൻ സുഗ്രീവന്റെ അടുത്ത് ചെന്ന് ഗോപുരവാതിലിന്റെ പുറത്ത് ലക്ഷ്മണൻ കോപത്തോടെ വന്ന് നിൽക്കുന്ന കാര്യം പറഞ്ഞു. സുഗ്രീവൻ ഹനുമാനോട് പറഞ്ഞു, അംഗദനോടൊപ്പം ചെന്ന് ലക്ഷ്മണനെ തൊഴുതു നമസ്കരിച്ച് സൗമ്യമായി സംസാരിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. താരയോടും പറഞ്ഞു അതുപോലെ തന്നെ സൗമ്യമായി സംസാരിച്ച് വിരോധം ഒഴിവാക്കാൻ പറഞ്ഞു. സുഗ്രീവനെ കണ്ട ലക്ഷ്മണൻ, നീ എന്തുകൊണ്ടാണ് രഘുരാമനെ മറന്നുകളഞ്ഞത്? ബാലിയെ വധിച്ച ബാണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഹനുമാൻ പറഞ്ഞു, ഇങ്ങനെ പറയാൻ എന്താണ് കാരണം? വാനര രാജാവ് ശ്രീരാമചന്ദ്രനോടും ലക്ഷ്മണനോടും അതീവ ഭക്തിയുള്ളവനാണ്. ശ്രീരാമദേവന്റെ കാര്യത്തിൽ ജാഗ്രതയോടെ ഇരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന സുഗ്രീവൻ ലക്ഷ്മണന്റെ മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ശ്രീരാമദാസനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ദയ കൊണ്ട് രക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ. 3 ലോകങ്ങളെയും അരനിമിഷം കൊണ്ട് ജയിക്കാൻ കെൽപ്പുള്ളവനാണ് ശ്രീരാമദേവൻ. അദ്ദേഹത്തെ സേവിക്കാൻ വേണ്ടി സഹായികൾ മാത്രമായ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആജ്ഞകളെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സുഗ്രീവൻ ലക്ഷ്മണനോടൊത്ത് തേരിൽ കയറി. ഒപ്പം പെരുമ്പറ, മൃദംഗം, ശംഖ് തുടങ്ങിയവയുടെ ശബ്ദഘോഷത്തോടെ ഹനുമാൻ, നീലൻ, അംഗദൻ തുടങ്ങിയവരും വിപുലമായ വാനര സൈന്യത്തോടും കൂടി വെഞ്ചാമരം, വെൺകൊറ്റക്കുട തുടങ്ങിയ അലങ്കാരങ്ങളോടൊത്ത് ദേവസൈന്യത്തിന്റെ അകമ്പടിയോടെ വരുന്ന ദേവരാജൻ എന്ന പോലെ സുഗ്രീവൻ ശ്രീരാമദേവനെ കാണാനായി സന്തോഷപൂർവ്വം പുറപ്പെട്ടു. ശ്രീരാമദേവനെ ദൂരെ നിന്നും കണ്ട വാനരന്മാർ തേരിൽ നിന്നും ഇറങ്ങി ചെന്ന് അദ്ദേഹത്തിന്റെ പാദം നമസ്കരിച്ചു. ശ്രീരാമദേവൻ സുഗ്രീവനെ കെട്ടിപ്പുണർന്ന് അടുത്തിരുത്തി അതിഥി സൽക്കാരവും നൽകി. സുഗ്രീവനും തൃപ്തിയായി. ഇതുവരെയാണ് ഇന്ന് വായിച്ച കഥാഭാഗം. തമിഴ്നാട് ഘടകത്തിന്റെ ഓൺലൈൻ പാരായണം ഒരു വൻ കുതിപ്പിന് തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് അവസരം തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ പരിപാടിയുടെ നന്ദി രേഖപ്പെടുത്തുന്ന അടുത്ത പരിപാടി, അതിനുവേണ്ടി കണിമംഗലം സമിതിയിലെ പ്രസിഡന്റ് ലിജേഷിനെ ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോ നന്ദി പറയുക എന്നതാണ് എൻ്റെ പ്രത്യേകം.
അപ്പോൾ ആദ്യമായി വയനാടൻചെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാട് ഘടകത്തിന് ഞാൻ ഇങ്ങനൊരു രാമായണ മാസാചരണം എന്നൊരു ഉദ്യമം കൊണ്ടുവന്നതിന് ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കൂടാതെ തമിഴ്നാട് സമിതി പ്രസിഡന്റ്, സെക്രട്ടറി, കൂടാതെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വനിതാവേദി അംഗങ്ങൾ എല്ലാവർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്റെ പേരിലും കണിമംഗലം സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന രാജേഷ് കരിവെള്ളത്തെ, വിജയൻ ചെറുകുന്ന്, ശിവദാസൻ മണപ്പാടി, ഇവർ എന്റെ പേരിലും കണിമംഗലം സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ ഇന്നത്തെ ഈ ഒരു പാരായണത്തിൽ പങ്കെടുത്ത എല്ലാ സമുദായ അംഗങ്ങൾക്കും എന്റെ പേരിലും കണിമംഗലം സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓം പൂർവരാമതഭുവനാദിഗമനം ഹത്യാമൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പശ്ചാദ്രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം.